ഹലോ, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ വെജിറ്റബിൾ ഗാർഡൻ കാണിക്കാം. കാണിച്ചല്ല, ഞാൻ പറിക്കാൻ പോവാം. കുറച്ച് ദിവസം ഞാനിവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ സമയം കൊണ്ട് എൻ്റെ ബീൻസും പയറൊക്കെ നല്ലതായിട്ട് മുറ്റി വലുതായി. അപ്പോൾ അതെല്ലാം പറിക്കാൻ പോവാം, കാണിക്കാം. കണ്ടോ, എൻ്റെ പയറെല്ലാം ഒത്തിരി എണ്ണം മുറ്റിയൊക്കെ പോയി. നിങ്ങൾ കണ്ടില്ലേ, എല്ലാം മുറ്റി പോയി. ഇത് കണ്ടോ, ഇത് എന്തോ നീളാന്ന് നോക്കി. ഇതിപ്പോ എന്റെ പകുതി നീളമുണ്ട് ഈ പയറിനൊക്കെ. ഇത് കണ്ടില്ല, ഇത് കണ്ടോ, എന്തോ ലോങ് ബീനാ ഇത്. നോക്കിയേ, എന്തോ ലോങ് ബീനാന്ന് നോക്കിയേ. ഇതെല്ലാം മുറ്റി കിടന്ന് നേരത്തെ പറിക്കാതെ ലേറ്റ് ആയപ്പോ ഞാൻ പറഞ്ഞില്ല, ഒരാഴ്ച ഇവിടെ ഇല്ലായിരുന്ന സമയം കണ്ട് ഇതെല്ലാം ഒരുപാട് അങ്ങ് വിളഞ്ഞു പോയി. എന്നാലും ഇനി പറിച്ചേക്കാം. കണ്ടില്ല എന്ത് നീളാന്ന് നോക്കി. ഇതൊക്കെ എന്തോ ഇതെല്ലാം 2-3 എണ്ണം, ഒരു 5-10 എണ്ണം മന്തി ഒരു നല്ല പോലെ ഒരു തോരൻ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഞാൻ ഇതെല്ലാം പറിക്കുകയാണേ. വിളഞ്ഞത് മൊത്തം പറിച്ചേക്കാമെന്ന് വിചാരിച്ചു. ഈ പ്രാവശ്യം കൃഷിയൊക്കെ വളരെ മോശമായിരുന്നു. എന്താന്ന് വെച്ചാൽ ഭയങ്കര മഴയായിരുന്നു ഇവിടെ ഈ പ്രാവശ്യം. അത് കാരണം അത്രയ്ക്ക് ബീൻസ് ഒക്കെ കണ്ടില്ലേ, എന്റെ മഞ്ഞിച്ച് പോയേക്കുന്നതെല്ലാം ഒരുപാടൊന്നും കിട്ടിയതേ ഇല്ല. അല്ലെങ്കിൽ ഒത്തിരി ഉണ്ടാവുന്നതാണേ. 2 മാസം കൊണ്ട് ഇഷ്ടം പോലെ ഉണ്ടാവും. ഈ പ്രാവശ്യം അതുകൊണ്ട് ഇച്ചിരിമേ ഉണ്ടായിട്ടുള്ളൂ. കുറെ ഉള്ളതെല്ലാം വരച്ചേക്കാം. തണുപ്പ് തുടങ്ങി ഇരിപ്പം കേട്ടോ. അപ്പൊ പിന്നെ ഇനി ഉണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ പൂവൊക്കെ നിപ്പുണ്ട്. ഉണ്ടാവുകയാണെങ്കിൽ പറിക്കാം, ഇല്ലെങ്കിൽ ഇനി അടുത്ത വർഷം ഇടാം അല്ലേ. അപ്പൊ എനിക്ക് എന്തോരം കിട്ടിയെന്ന് നോക്കിയ പയറ്. ഇത് ഇത്രയും നിൽക്കാതെ പോയി, കുറെ മുറ്റിയും പോയി. ഇനി കുറച്ച് ഞാൻ നിർത്തിയിട്ടുണ്ട്. അത് ഒരു 2-3-4 ദിവസം കഴിഞ്ഞ് പറിക്കാമായിരിക്കും. അപ്പൊ പയറ് കഴിഞ്ഞ് ഇനി കോവൽ പറിക്കാൻ പോവാണേ. കണ്ടില്ലേ, ഫുൾ കോവൽ എന്നെ നന്നായിട്ട് കിളിച്ച് പ്രാവശ്യം. അത് കായും ഉണ്ടായി, കണ്ടോ, നിറച്ചാവണെങ്കിൽ. ഇപ്പം ലേറ്റ് ആയിട്ട്, ഇപ്പം മഴയായിരുന്നതുകൊണ്ട് ഇത് ഉണ്ടായി വരാൻ ലേറ്റായി. ഈ കോവയ്ക്ക് കിടക്കുന്നത്, കോവയ്ക്ക് അങ്ങോട്ടുണ്ട്, ആ സൈഡിലും എല്ലാം ഉണ്ട്. അവിടെ ഒരു മൂട് നിട്ടിട്ടുണ്ട്. ഇനി ഇത് അടുത്ത വർഷം വെട്ടിവെച്ച് അടുത്ത വർഷം വിന്റർ കഴിയുമ്പം എടുത്ത് നടാൻ ഉണ്ടാകും എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ. നിറച്ചുണ്ട്, താഴെ ഫുൾ എടുത്ത് കയറി പോയിട്ടുണ്ട് കോവല്. കണ്ടില്ലേ, എല്ലാം ഉണ്ടായി വരുന്നതേ ഉള്ളൂ. പക്ഷെ ഇപ്പോഴത്തെ ഇന്ന് തണുപ്പാണ്. ഇനി എത്ര ഉണ്ടാവും എന്ന് അറിഞ്ഞുകൂടാ. അപ്പൊ അതും കൂടെയും പിച്ചാനാണ് പ്ലാൻ. അതും കൂടെയും പറിക്കാം. ഇന്ന് കൃഷിയെടുപ്പ് ദിവസം. എനിക്ക് എല്ലാ കൃഷിനെക്കാട്ടിലും ഈ വർഷം വളരെ സന്തോഷം ഈ കോവയ്ക്ക ഉണ്ടായതാണ്. എന്റെ പാവയ്ക്ക കണ്ടോ, ഇതെല്ലാം പാവയ്ക്ക പറിച്ചു. ഇന്നലെ ഞങ്ങൾ പറിച്ചൊന്ന് ബാർബിക്യൂ ചെയ്തായിരുന്നു. അതല്ലാതെ പറിച്ചിട്ടില്ല. പാവയ്ക്ക ഇഷ്ടംപോലെ ഉണ്ടാവും എല്ലാ വർഷവും. ഇപ്രാവശ്യവും ഉണ്ടായി, പക്ഷെ കുറവാണ്. പഴുത്ത് മഴ കാരണം പഴുത്തു പോയത് കൊണ്ട് വളരെ കുറവാണ്. ഇതിന്റെ സീഡ് തിന്നാൻ നല്ലതാണ് കേട്ടോ. അത് ഞാൻ കാണിക്കാമേ. പഴുത്തതിന്റെ സീഡ് ചുമ്മാ തിന്നാമേ. അരി വിഴുങ്ങല്ല, പുറത്തെ സാധനം മാത്രം. ഇതാണ് നിറഞ്ഞ് പാവയ്ക്കുണ്ട്. ഇഷ്ടംപോലെ പൂക്കളും ഉണ്ട്. ഇനിയും എപ്പോ ഉണ്ടാവും അറിഞ്ഞൂടാ. തണുപ്പാകുമ്പോ പിന്നെ അപ്പോൾ ഉള്ളതൊക്കെ ഉള്ളതായിരിക്കും വിചാരിക്കുന്നത്. അല്ലെ ഒരു 5-8 എണ്ണം കൂടെ ഉണ്ടാവുമായിരിക്കും. ഞാൻ ഉണക്കിയൊക്കെ വെക്കുമായിരുന്നു കേട്ടോ. ഒരുപാട് ഉണ്ടാവുന്ന സമയത്ത് വെയിലത്തിട്ട് ഉണക്കത്തില്ല, ഉണക്കി നമ്മൾ വെക്കത്തില്ല, അങ്ങനെയൊക്കെ വെക്കുമായിരുന്നു. കൈ എന്റെ മുറിഞ്ഞിപ്പോ പോയാല്. ഇത് കണ്ട, എന്റെ ചെടിയെല്ലാം പഴുത്തതെല്ലാം മഴ കൊണ്ടാണ് ഇങ്ങനെ ഇത്രയും ഭയങ്കര മഴയായതുകൊണ്ട് എല്ലാം പഴുത്തു പോയത്. അല്ലെങ്കിൽ കുറേയും കൂടിയും ഉണ്ടായാല്.
ബാക്കി ഇനി പിന്നെ പറിക്കാം, അല്ലെ അടുത്ത ആഴ്ച പറിക്കാം. ഒരാഴ്ചയുടെ കഴിഞ്ഞിട്ട് ബാക്കി പറിക്കാമെന്ന് വിചാരിക്കും. അപ്പൊ ഇത്രയും ഇരിക്കത്തി, ഇന്നത്തേന് ഇത് മതി, ഇന്നത്തേന് വേണ്ട ഇത്രയും. സോ ബാക്കി അടുത്ത ആഴ്ച. ഇഷ്ടം പോലെ പൂവുണ്ട്, നിറച്ച് പൂവാണ്. ഇനി നമുക്ക് കുറച്ച് ബീൻസ് പറിക്കാം. ബീൻസ് ഒക്കെ ഒത്തിരി ഒരുപാടുണ്ടാവും, ഒരുപാട്. പക്ഷെ ഈ പ്രാവശ്യം അത് ഇച്ചിരി ഉള്ളതൊക്കെ മുറ്റിയും പോയി. പറിക്കാൻ ലേറ്റായിട്ട് കാരണം ഒക്കെ മുറ്റിപ്പോയി. ഇല്ല, കുഞ്ഞതാണ്, ചെറിയേ ഉള്ളൂ. കൈ മുറിച്ചു സിസേഴ്സ് ഇട്ട്. ചട്ടിയിലാണ് ഞാനിത് വെച്ചേക്കുന്നത്, അതുകൊണ്ടായിരിക്കാമെന്ന് തോന്നുന്നു അത്ര വലിപ്പം വന്നില്ല. ഞാൻ എപ്പോഴും തറയിലാണ് വെക്കുന്നത്, ഇപ്രാവശ്യം ചട്ടിയിൽ വെച്ചു. സ്ഥലമില്ലായിരുന്നു, സ്ഥലത്തിന്റെ പരിമിതി കൊണ്ട്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒത്തിരി വലുതാവാതെ കുഞ്ഞതായിട്ടുണ്ട്. ബീൻസ്, എൻ്റെ ബീൻസ് ആണെങ്കിൽ ഇവിടെ ഇനിയുണ്ട്. ഇത് 2 ബീൻസ്, അത് നിറച്ച് പൂത്ത് വരുക. ഇപ്പം മീൻ പൂത്തിട്ട് എപ്പോൾ ഉണ്ടാകുമെന്ന് എനിക്ക് അറിയത്തില്ല. ചിലപ്പോൾ അതൊരു മാസം കൂടെ കഴിയുമ്പോൾ ഉണ്ടാകുമായിരിക്കും. ഇതും കോവല കണ്ടോ, പക്ഷെ ഇതുവരെ പൂത്തില്ല. എന്താണെന്നറിയത്തില്ല ഇത് പൂക്കാത്തത്. ഫുള്ള് സ്ഥലത്തും കയറി പടർന്നു പോയിട്ട് പൂക്കും. തറയിലെല്ലാം പൂക്കില്ല. ഇനി കേല് പഠിക്കാം. ഇതാണ് കെയിലെന്ന് പറയും. അപ്പം കെയിലിന്റെ 2 വെറൈറ്റി എനിക്കറിയത്തുള്ളൂ. ഒന്നും നല്ല ചുരുണ്ട് ഇല ഇരിക്കുന്നുണ്ട്, പിന്നെ ഇത് തോരൻ വെക്കാൻ നല്ലതാണ്. അതുപോലെ എയർ ഫ്രയറിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. മഷ്റൂമിൻ്റെ കൂടെ ഒക്കെ തോരൻ വെക്കാൻ നല്ലതാണ് ഈ ഇല. കൊത്തനെല്ലാം നിപ്പുണ്ട് കെയില്. ഇനി ഇവിടെ എല്ലാം ഉണ്ട് കെയില്. ഒരുപാട് ഇതുണ്ട്, ഇഷ്ടംപോലെ കെയിലുണ്ട്. ഇതെല്ലാം പറിക്കാൻ പോവാം. ഇത് ചുമ്മാ ഉണ്ടല്ലോ, ഇതിൽ ഇച്ചിരി ഒലിവ് ഓയിൽ തേച്ചിട്ട് എയർ ഫ്രയറിൻ്റെ അകത്ത് ഫ്രൈ ചെയ്തെടുക്കുക. അല്ലെ അവൻ്റെ അകത്ത് വെച്ചിട്ടായാലും ഫ്രൈ ചെയ്താൽ ചുമ്മാ ചിപ്സ് കഴിക്കുന്ന പോലെ കഴിക്കാൻ പറ്റും. ഹെൽത്തി അല്ലേ, ചുമ്മാ കഴിക്കാൻ. ഇത് ഒടിക്കുന്നതനുസരിച്ച് പിന്നെയും പൊടിച്ച് വന്നുകൊണ്ടിരിക്കുമേ, ഇഷ്ടം പോലെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. ചീര, നമ്മുടെ നാട്ടിലെ ചീര കൂട്ട്. അങ്ങനെ കെയില് കുറച്ച് പറിച്ചോളൂ. ബാക്കി കെയിൽ അവിടെ നിർത്തിയേക്കുവാണ്. ഇത് പിന്നെ ഇതിനെ പറിക്കാം, എല്ലാം കൂടെ ആരും കഴിക്കുന്നില്ല. അപ്പോൾ അതും പറിച്ചു. ഇനി മുളക് പറിക്കാം. മുളകുണ്ട്. ഇത് മുളക് കണ്ടോ, മുളക് കാണാൻ പറ്റുമോ? ഇതിന് വലിയ എരിയൊന്നും ഇല്ലാത്തതാണ്. ഇത് തായ് ചില്ലിയാണ് കണ്ടോ, ഇത്രയാണ്, നിറച്ചുണ്ട്. ഇതിന്റെ പഴുത്തതേ ഞാൻ പറിക്കുന്നുള്ളൂ. ബാക്കി ആണ് വിളഞ്ഞിട്ട് പറിക്കാം. അല്ലേ, വിളഞ്ഞിട്ടല്ല, ഞാനിതെടുത്ത് അകത്ത് വെക്കും തണുപ്പ് വരുമ്പോൾ. എന്നിട്ട് അടുത്ത വർഷം വീണ്ടും ഇതുപോലെ പുറത്ത് വെക്കും. അപ്പോൾ വീണ്ടും ഉണ്ടായി വരും. എൻ്റെ മുളക് ചെടികളൊക്കെ 3-4 വർഷം ആയതൊക്കെയാണ്. അത് പിന്നെ എല്ലാ വർഷവും കായ്ക്കും. നല്ല ലോങ് അല്ലേ തായ് ചില്ലി. ഇത് കണ്ടോ, ബനാന പെപ്പർ. ഇത് ബനാന പേപ്പറാണേ. ഇത് കണ്ടല്ലേ, ഇതിന് ഒട്ടും എരിയില്ല കേട്ടോ. നമുക്ക് ചുമ്മാ അരിഞ്ഞൊക്കെ ഇടാം, പിക്കിളൊക്കെ ഇടാനും വെറുതെ നല്ലതാണ്. ഇല്ലേ, ഇതിന് വിളഞ്ഞത് മാത്രം, ഇങ്ങനെ കളറായത് മാത്രമേ പറിക്കുന്നുള്ളൂ. ഇപ്പോൾ ഇതൊക്കെ നട്ടേച്ചേ കാ പറിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷമുണ്ടല്ലോ, അത് ഇനിയും എന്ത് കൊടുത്താലും കിട്ടില്ല. അല്ലാതെ ഇത് മാത്രം ഉപയോഗിക്കുമല്ല, ഞങ്ങളിത് ഇച്ചിരി സന്തോഷം കൊണ്ട് നട്ട് വളർത്തുന്നതാണ്. ഇത് ഉപയോഗിക്കുന്നതിനെക്കാട്ടി കൂടുതൽ കാണുക. വഴുതനങ്ങയാണിത്.
ഇനി വഴുതനങ്ങയാണ്. ഇതെല്ലാം ചട്ടിയിൽ വെച്ചേക്കുന്നതുകൊണ്ടുണ്ടല്ലോ ഒരുപാട് അങ്ങ് ഉണ്ടാകത്തില്ല. ചില തറയിൽ വെക്കുവാണെങ്കിൽ നിറച്ചുണ്ടാവും. എല്ലാം വിളഞ്ഞിട്ട് ഇവിടെ വേറെ നിൽപ്പുണ്ട്. ഞാൻ പക്ഷെ ഇപ്പം പറിക്കുന്നില്ല, കുറേ പറിക്കുന്നുള്ളൂ, എല്ലാം കൂടെ പറിക്കുന്നില്ല. പിന്നെ എനിക്ക് ആവശ്യമായിട്ട് പറിക്കാമല്ലോ. പിന്നെ നീളനുണ്ട്, നീണ്ട ഇതുണ്ട്, വഴുതനങ്ങയുണ്ട് ഇവിടെ അകത്ത്. അതവിടെ നിൽക്കട്ടെ, അതൊക്കെ ഞാൻ പിന്നെ പറിക്കുന്നുള്ളേ, പറിക്കുന്നില്ല. ഈ മുളക് കണ്ടോ, ഈ മുളകൊരു ഒന്നൊന്നര സംഭവമാണേ. ഇത് തൊട്ടിട്ടുണ്ടെങ്കിൽ അറിയാം. ഇത് പ്രാവശ്യം തന്നെ പഴുത്തു പോയി, അളിഞ്ഞു പോയല്ലോ. ഇതെല്ലാം അറിയാതെങ്കിലും തൊട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കര എരിഞ്ഞിട്ട് ഒട്ടും നമുക്ക് പറ്റത്തില്ല. അത്രയ്ക്ക് എരി. ഇതിന്റെ തോലിന്റെ ഒരു കുഞ്ഞു ഭാഗം മതി ഒരു കിലോ കപ്പ വേവിക്കുമ്പോൾ അരയ്ക്കാൻ വേണ്ടി. അത്രയ്ക്കാണ് അരി ഇതിന്. പക്ഷേ ഇതിന്റെ തൊലിക്ക് നല്ല മണമാണ്. കപ്പയ്ക്കകത്തൊക്കെ അരയ്ക്കാമെങ്കിൽ പ്രത്യേക ഒരു മണം, നമുക്ക് കഴിക്കാൻ തോന്നും കപ്പ അറിയാതെ. ഞങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇത് നല്ല ഇപ്പം പഴുത്ത് നിൽക്കുവാന്നല്ലോ, ഇത് പച്ചയല്ല, ഷേപ്പ് നോക്കി. അപ്പോൾ ഇത് ഞങ്ങൾ പറിച്ചിട്ട് വളരെ കെയർഫുള്ളായിട്ട് ഗ്ലൗസൊക്കെ ഇട്ട് വെട്ടി അരിയൊക്കെ കളഞ്ഞിട്ട് ഒത്തിരിയാക്കി മുറിച്ചിട്ട് ഫ്രീസറിൽ വെക്കുമേ. ഫ്രീസറിൽ വെക്കുമ്പം കുറേ അരി മിച്ചമുള്ളതൊക്കെ അതങ്ങ് പൊക്കോളും തണുത്തിരിക്കുമ്പോൾ. ബാക്കി ഞങ്ങൾ തൊലിയെടുത്ത് കപ്പയ്ക്കൊക്കെ അരയ്ക്കും. അപ്പോൾ ആവശ്യത്തിന് എരിയും കിട്ടും, നല്ല മണവും കിട്ടും. അങ്ങനെ ഇത് ഞാൻ പറിക്കുന്നില്ല, എനിക്ക് തൊടാൻ വയ്യ. ഗ്ലൗസൊക്കെ ഇട്ടുകൊണ്ട് വന്നിട്ട് ഇത് എടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലേ ഭയങ്കര എരിയായിരിക്കും, നമ്മുടെ കൈയും ദേഹവും ഒക്കെ ഭയങ്കരമായിട്ട് ഇരിക്കും. അതേ ഞാൻ തൊടുന്നില്ലേ, ഇതവിടെ ഇരിക്കട്ടെ. മുമ്പ് കാണിച്ച മുളകിന്റെ തന്നെ വേറൊരു മുളക്, പക്ഷെ അത്രയ്ക്കും എരിയൊന്നുമില്ല. എന്നാൽ ഇതിനും നല്ല എരിയാണ്, കാണാൻ നല്ല ഭംഗിയല്ലേ. ഇത് ഞാനിപ്പോൾ പറിക്കുന്നില്ല, എനിക്കതിൻ്റെ ഗ്ലൗസ് ഇട്ടിട്ടില്ലാത്തതുകൊണ്ട് ഇത് ഞാൻ പിന്നെ പറിക്കുന്നുള്ളൂ. എൻ്റെ കൈ ഇല്ലെങ്കിൽ നീറിപ്പോവും, ഭയങ്കര പുകച്ചിലായിരിക്കും. കണ്ടോ, ഇതാ മുമ്പ് കണ്ടതിൻ്റെ തന്നെ പേർപ്പിൾ കളറാണ്. ഇത് കണ്ടില്ലേ, ഭയങ്കര രസമായിരിക്കും. ഇതിൻ്റെ മണവും അതിനേക്കാട്ടില്ല നമ്മൾ അട്രാക്ട് ചെയ്യും, നമ്മൾ കഴിക്കാൻ തോന്നുന്ന മണമാണ്. ഇഷ്ടംപോലെ ഉണ്ട്. ഇത് ഞങ്ങളുടെ 3-ാം വർഷം ഇപ്പോൾ കഴിക്കുന്നത്. ഇത് കഴിയുമ്പോൾ ഇപ്പം ഈ സീസൺ തണുപ്പ് വരുമ്പോൾ ഇതെടുത്ത് ഞങ്ങൾ വീട്ടിനകത്ത് വയ്ക്കും. പിന്നെ വീട്ടിലിരുന്നോളും, അകത്തിരുന്നോളും. അടുത്ത വർഷം വീണ്ടും സമ്മർ ആകുമ്പോൾ എടുത്ത് പുറത്ത് വയ്ക്കും. അപ്പോൾ പിന്നെ ഇത് കായ്ക്കും. പിന്നെ നേർച്ചുണ്ട്, ഇത് ഞാൻ പറിക്കുന്നില്ല. ഇപ്പോൾ എൻ്റെ കൈ എരിയും, അതുകൊണ്ട് ഞാൻ അതും പിന്നെ പറിക്കുന്നുള്ളൂ. ഇത് പറഞ്ഞ് വെച്ചിരിക്കും. വെണ്ട ഉണ്ടായി, ഒത്തിരി വെണ്ട നട്ടതാണ്. പക്ഷേ ഇത് ഒന്നും ഉണ്ടായി വന്നില്ല. ആകെ ഉണ്ടായത് ഈ 2 എണ്ണം. അത് ഒരെണ്ണം മുറ്റിയും പോയി, അത് പറിച്ചിട്ട് മുറ്റിപ്പോയി. ഇതൊക്കെ കണ്ടില്ലേ, ഇനിയിപ്പോൾ ഉണ്ടാകത്തൊന്നുമില്ല. വേറെ നിൽപ്പുണ്ട് വെണ്ട. ബാക്കി ഈ വർഷം കിട്ടി ഇത്രയും വെണ്ട മാത്രമേ ഉള്ളേ. പിന്നെ ടൊമാറ്റോ ഉണ്ടായിരുന്നു. ടൊമാറ്റോ പിന്നെ ഉണ്ടാവും, ലാവിഷായിട്ട് ഉണ്ടാവുമല്ലോ, ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പോൾ അത്രയൊന്നും പറിച്ചു. ഇനിയും വേറെ ഉണ്ട് മുളക് കുറച്ചും കൂടെ. ഇവിടെ കണ്ട് മുളകുണ്ട്. ഞാൻ പഴുത്തതേ പറിക്കുന്നുള്ളൂ, ബാക്കി ഞാൻ പച്ച അങ്ങനെ അതുപോലെ അവിടെ കൊണ്ടകത്ത് വെക്കും. ഇത് പിന്നെ വലിയ എരിയില്ല. വെളിയിൽ ഞാൻ ഇതിന് മുമ്പ് കാണിച്ചില്ല, ബനാന പെപ്പർ തന്നെയാണ് ഇത്. ചുമ്മാ അരി ഇടാൻ നല്ലതാണ്. മുളകിൻ്റെ ഒരു കളറും ഒരു ഫ്ലേവറും എന്നാൽ എരിയൊക്കെ ഇല്ലതാണ്. നല്ല പെപ്പറാണ്. ഇത് ബജ്ജി മുളക് ബനാന പെപ്പറാണ്, പക്ഷെ ഇത് തീരെ കുഞ്ഞത്. ബജ്ജി ഉണ്ടാക്കുന്നതാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ഇവിടെയും ബീൻസ് ഉണ്ട്. എനിക്ക് ബീൻസ്, ഇത് കുറ്റി ബീൻസ് ആയിരുന്നേ ഞാൻ ചട്ടിയിൽ വെച്ചത്. ഇത് ഒത്തിരി ബീൻസ് ഞാൻ പറിച്ചായിരുന്നു. ഇതിപ്പോൾ തീരാറായെന്ന് തോന്നുന്നു, അതുകൊണ്ട് കുറച്ചേ കിട്ടിയിട്ടുള്ളൂ. പിന്നെ ഇതിലുള്ളതൊക്കെ തീർന്നു, സീസൺ കഴിഞ്ഞല്ലോ. മുളക് കണ്ടോ, ഈ മുളക് നോക്കിക്കേ, ഇതേ ഇതിന്റെ കളർ കണ്ടോ, ഈ കളർ കണ്ടോ. ഇതും വെളിയിൽ മുമ്പ് കാണിച്ചത്ര തന്നെയാ. ഭയങ്കര ഏരിയയാണ് ഇതിന് തൊട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കൈ എന്തോരം കഴിയണമെന്നറിയാവോ. ഞാൻ എന്നാലൊക്കെ തൊട്ടു. ഇപ്പോൾ കണ്ടോ, ഭയങ്കര ഏരിയ. പക്ഷെ തൊലിക്ക് ഭയങ്കര നല്ല ഫ്ലേവറാണ് ഇതിന്. പഴുത്ത് കാണാൻ തന്നെ ഭംഗിയാണ് നിൽക്കുന്നത് കാണാൻ. ഒരെണ്ണോ ഞാൻ 3 വർഷം മുമ്പ് നട്ടപ്പോൾ പറിച്ചത് ഫ്രീസറിൽ വെച്ചേക്കുന്ന സ്റ്റീൽ കുറച്ചിരിപ്പുണ്ട്, കുറേ ഇരിപ്പുണ്ട്. കാര്യം നമ്മളൊരു ചിരി എടുക്കത്തുള്ളൂ. അപ്പോൾ ബാക്കി അവിടെ ഇരിക്കുകയാണ്. ഈ വർഷം വീണ്ടും ഉണ്ടായി, കളയാൻ പറ്റത്തില്ല, അത് എല്ലാ വർഷവും ഉണ്ടാകുന്നുണ്ട്. വഴുതനങ്ങ ഒരെണ്ണം കിട്ടി. ടൊമാറ്റോ ഇവിടെ നിൽപ്പുണ്ട്, അതിൽ കുറച്ച് പഴുത്ത് വെക്കേണ്ടതൊക്കെ പറിച്ചേക്കണം.
അപ്പോൾ അത്രയുമാണ് ഇപ്പം എൻ്റെ വെജിറ്റബിൾസ് ഞാൻ പറിച്ചത്. ഇന്നത്തെ വെജിറ്റബിൾസ് ഇത്രയാണ് പറിക്കുന്നത്. പിന്നെ ഇനി ബാക്കി ഇവിടെ ഒരു ബീൻസ് ഇവിടെ ഉണ്ട്. ഈ ബീൻസിൻ്റെ അകത്തുണ്ട്, ബീൻസിലുണ്ട് 3-4 ബീൻസിലുണ്ട്. ഇതെല്ലാം കുറ്റി ബീൻസ് ആയിരുന്നു. അപ്പം ഒത്തിരി ഉണ്ടായി കഴിഞ്ഞതാണ്. ലാസ്റ്റിലെത്തിയ തീർന്നു അവരുടെയൊക്കെ ഈ സീസൺ. ഫ്ലവറിങ് ഒക്കെ കഴിഞ്ഞ് അതിലൊന്നും പൂവൊന്നുമില്ല ഇനി ഉണ്ടാകാൻ വേണ്ടി. അപ്പോൾ വെജിറ്റബിൾസ് ഇന്നത്തെ എല്ലാം കുറേ പറിച്ചു കഴിഞ്ഞു. ഇനിയും ബാക്കി എടുത്ത് വെച്ചേക്കുന്ന അതുകൂടെ പോയി നോക്കി. ഇതെല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ട് വെക്കാം. എൻ്റെ വെജിറ്റബിൾസ് എല്ലാം എനിക്ക് കിട്ടിയത് മുളക്, പല സൈസ് മുളകുണ്ട്, വെണ്ടയ്ക്ക, വഴുതനങ്ങ, ടൊമാറ്റോ, കുറച്ച് പാവയ്ക്കേ പറിച്ചിട്ടുള്ളൂ. ബീൻസ് കുറേയും കിട്ടി. അല്ല, ബീൻസ് ലോങ് ബീൻസ്, പയർ, കോവയ്ക്ക കിട്ടി. പിന്നെ കെയില് ഞാൻ ഇച്ചിരിയേ പറിച്ചുള്ളൂ. ബീൻസ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. സോ ഇതെല്ലാം ഈ വർഷത്തെ കൃഷിയാണ്. ഇനി ഇതെല്ലാം അരി തോരൻ വെച്ച് കഴിക്കണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.